ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റീസിൽ ആറാമത്തത് അല്ലേ, ആറാമത്തത് ആൾമാറാട്ടം കണ്ടുപിടിക്കാം എന്നാണുള്ളത് അല്ലേ. ആ മാച്ച് ചെയ്തു, എല്ലാവരും ചെയ്തോ അത്? ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ 49 പേജ് നമ്പർ. അപ്പോൾ എന്താണ് ആദ്യത്തത്? ഒന്ന്, ഈച്ചകൾ പോലെ ചുറ്റിക്കറങ്ങുന്നു അല്ലേ. ഏതാണ് പറഞ്ഞത് നമ്മള്? കിടാങ്ങൾ അല്ലേ. ആ ചെയ്തു അല്ലേ. ഓക്കെ. മുറുക്കി തുപ്പി വരുന്നു ആര്? കാര്യസ്ഥൻ. പറയെടുപ്പിന് എഴുന്നള്ളുന്നു നീലാണ്ടൻ. മുത്തുക്കുട പിടിച്ചിരിക്കുന്നു ചിരികണ്ഠൻ. കോൽവിളക്ക് ഏന്തി നടക്കുന്നു വേലപ്പൻ. ദേവന്റെ തിടമ്പ് വഹിക്കുന്നു കുഞ്ഞാണ്ടൻ. ഓക്കെ, അതെല്ലാവർക്കും ഫിനിഷ് ആണോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, ഈച്ചകൾ പോലെ ചുറ്റിക്കറങ്ങുന്നു ആരാണ്? നമ്മൾ പഠിച്ചല്ലേ, ഈച്ചകൾ പോലെ ചുറ്റിക്കറങ്ങുന്നു കിടാങ്ങൾ. ഓക്കെ, കിടാങ്ങൾ. അതിലത്തേക്ക് മാച്ച് ചെയ്തേ. നല്ല പെൻ സ്കെയിൽ വെച്ച് വരച്ചേ, വൃത്തികേടാക്കരുത്. നെക്സ്റ്റ്, മുറുക്കി തുപ്പി വരുന്നു ആരാണ്? ഓക്കെ, കാര്യസ്ഥൻ മുറുക്കി തുപ്പി വരുന്നു. മുറുക്കി തുപ്പി കാര്യസ്ഥൻ. ഓക്കെ, പിമ്പെ വരുന്നു കാര്യസ്ഥൻ എന്നുണ്ട് നമ്മളെ വരികളിൽ. നെക്സ്റ്റ് മൂന്നാമത്തത്, പറയെടുപ്പിന് എഴുന്നള്ളുന്നു. ആരാ പറയെടുപ്പിന് എഴുന്നള്ളുന്നത്? നീലാണ്ടൻ അല്ലേ. നെറ്റിപ്പട്ടം കെട്ടി വരുന്നു കുട്ടിക്കൊമ്പൻ. പറയെടുപ്പിന് എഴുന്നള്ളുന്നത് നീലാണ്ടനാണ്. പറക്ക് വേണ്ടി എഴുന്നള്ളുന്നു കുട്ടിക്കൊമ്പൻ നീലാണ്ടൻ എന്ന് വരിയുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, മുത്തുക്കുട പിടിച്ചിരിക്കുന്നു ആര്? ചിരികണ്ഠൻ അല്ലേ. മുത്തുക്കുട പിടിച്ചിരിക്കുന്നു. ഓക്കെ, ചിരികണ്ഠൻ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത്, കോൽ വിളക്ക് ഏന്തി നടക്കുന്നു ആര്? വേലപ്പൻ. നെക്സ്റ്റ്, ദേവന്റെ തിടമ്പ് വഹിക്കുന്നു ആരാണ്? കുഞ്ഞാണ്ടൻ. അത്രയാണ് അത്. അത് ഫിനിഷ് ആയില്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് 7th, ഏഴാമത്തെ ആക്ടിവിറ്റി എന്താണ്? തുടക്കം മാറ്റി എഴുതാന്നാണ് അല്ലേ. ആദ്യത്തെ 5 ഇരടികൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ക്രമം മാറ്റി എഴുതാമോ? ശരിയാകുന്നുണ്ടെങ്കിൽ അടുത്ത 5 ഇരടികളും മാറ്റി എഴുതാൻ ശ്രമിച്ചു നോക്കൂ. നമുക്ക് പറ്റുമോ അത്? ആദ്യത്തെ 5 ഇരടികള് ശ്രദ്ധിച്ചു നോക്കൂ. ഇവയുടെ ക്രമം മാറ്റി എഴുതാമോ? എന്ത്? നെറ്റിപ്പട്ടം കെട്ടി വരുന്നു കുട്ടിക്കൊമ്പൻ നീലാണ്ടൻ. അത് 5 ക്രമം മാറ്റിയിട്ട് വേണമെങ്കിൽ എങ്ങനെ? തക്കിട തരികിട ചെണ്ടക്കാട് ചേലായിരുന്നു മുഴുവൻ നെറ്റിപ്പട്ടം കെട്ടിയിരുന്നു, അങ്ങനെ മാറ്റി മാറ്റി എഴുതാന്നാണ് പറയുന്നത്. ഒന്നും അതിൽ ഇതില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് 5 ഇരടികൾ മാത്രം, മറ്റേതും കൂടെ മാറ്റി എഴുതാൻ ശ്രദ്ധിച്ചു നോക്കൂന്നാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോട്ടോ. അത് എത്ര കാര്യമില്ല കേട്ടോ അതില്. നെക്സ്റ്റ് 8ാമത്തത്, കഥ പറയാം. പറവു. ഓ മിസ്സേ, എനിക്ക് 3ാമത്തതും 4ാമത്തതും 5ാമത്തതും കിട്ടിയില്ല. അല്ലക്കാണോ? അല്ല കഴിഞ്ഞ ക്ലാസ് കേറിയില്ലല്ലോ അല്ലേ? ക്ലാസ് കണ്ടില്ലേ അല്ല? എന്തുകൊണ്ടാ കാണാതിരുന്നത്? അപ്പൊ പറയാ, ഇത് കഴിയട്ടെ. ഓക്കെ. 8ാമത്തത്, പറവൂർ എന്നൊരു നാട്, അവിടെ പറയക്കാവ് എന്നൊരു കാവ്, കാവിലെ പൂരത്തിന് ആനകൾ 6 ഉണ്ട്. ഇനി കഥയുടെ ബാക്കി പറയൂ. എഴുതി നോക്കൂ. നമ്മൾ കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലത്തെ കുറച്ച് പാഠങ്ങളിലാണ് കഥകൾ ഇല്ലാതിരുന്നത്. അപ്പൊ ഈ കഥയൊന്ന് നിങ്ങൾ ഫിനിഷ് ചെയ്യണേ. എന്താണ്? പറവൂർ എന്നൊരു നാട്. നമ്മൾ ഇതിൽ പറയുന്നുണ്ട് പറവൂർ ഉള്ളൊരു പറയക്കാവിൽ പൂരം വന്നതറിഞ്ഞില്ലേ? അപ്പൊ പറവൂർ എന്നൊരു നാട്ടില് എന്ത്? അവിടെ പറയക്കാവ് എന്നൊരു കാവില്, കാവിലെ പൂരത്തിന് ആനകൾ 6 ഉണ്ട്. ഈ കഥയുടെ ബാക്കി പറയുന്നതാണ്. അപ്പൊ ഈ കഥ ഈ നമ്മുടെ പാട്ടിലുള്ളത് തന്നെ നിങ്ങൾക്ക് കഥയായിട്ട് എഴുതാം. ഓക്കെ, ആ കഥ കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ സ്വന്തം ചെയ്യുന്നതാണല്ലോ എപ്പോ നോട്ട്ബുക്കിൽ എഴുതിക്കോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നാളെ എഴുതി കഴിഞ്ഞിട്ട് വായിക്കാം. നെക്സ്റ്റ് 9ാമത്തത്, കാര്യം പറയാം. കൊച്ചു കിടാങ്ങളെ ഈച്ചകളോട് ഉപമിക്കാൻ കാരണം എന്ത്? എന്തുകൊണ്ടാണ്? കുഞ്ഞായതുകൊണ്ട്. ഒരുപാട് കുട്ടികളും ഉണ്ട് അല്ലെ. ഈച്ചകൾ ചുറ്റും പറക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് കൊച്ചു കിടാങ്ങളെ ഈച്ചകളോട് ഉപമിച്ചത് അല്ലെ.
ഒരുപാടുണ്ട്, കുറേ ഉണ്ട്. കൊച്ചുകിടാങ്ങൾ 100 എണ്ണം എന്നാ പറഞ്ഞത്. അപ്പൊ 100 കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് ഈച്ചകളോട് ഉപമിച്ചത് അല്ലേ. കുഞ്ഞുമാണ്. നെക്സ്റ്റ് എന്താണ്? മേളം നടത്താം. ചെണ്ടകളുണ്ട്, തിമിലകളുണ്ട്, ചെണ്ടക്കാരുടെ തിമിതിമിയുണ്ട്, കൊമ്പുകളുണ്ട്, കുഴലുകളുണ്ട്, ചിലകച്ചിഞ്ചം താളവുമുണ്ട്. വെഞ്ചാമരവും പുഞ്ചിരി തഞ്ചി കൊഞ്ചും മുത്തു കുടകളുമുണ്ട്. കുഴലു വിളിക്കാൻ വളയുന്നുണ്ട്, തപ്പടി തകിലടി താളം മേളം. അല്ലേ? മേളം നടത്താന്ന് ആ പാട്ട് പാടിയിട്ട്. എന്താണ് പാട്ട്? ചെണ്ടകളുണ്ട്, തിമിലകളുണ്ട്, ചെണ്ടക്കാരുടെ ധിമിധിമിയുണ്ട്, കൊമ്പുകളുണ്ട്, കുഴലുകളുണ്ട്, ചില്ലക ചിഞ്ചം താളവുമുണ്ട്. വെഞ്ചാമരവും പുഞ്ചിരി തഞ്ചി കൊഞ്ചും മുത്തു കുടകളുമുണ്ട്. കുഴലു വിളിക്കാർ വളയുന്നുണ്ട്, തപ്പടി തകിലടി താളം മേളം. പിന്നെ അടുത്തത് 11, ചിത്രം വരയ്ക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പറക്ക എഴുന്നള്ളത്തിന്റെ ചിത്രം വരയ്ക്കാമോ? അല്ലേ? അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികളാണ്. അപ്പൊ അതൊക്കെ ചെയ്യുക. ഇപ്പൊ എന്താണ് 1 3 പറയാൻ പറഞ്ഞതല്ല മിസ്? 3 4 5. 3 4 5. അപ്പൊ രണ്ടാമത്തെ എഴുതിയോ പദപരിചയം? എന്താണ് എഴുതിയേ? അഴക്, ഭംഗിന്നുണ്ട്. അപ്പൊ 2 എണ്ണം കൂടി എഴുതണം. എന്താണ്? ചന്തം, ചേല്. ചേല്, ഭംഗിന്നില്ല അർത്ഥം വരുന്ന 2 പദങ്ങളും കൂടി. അപ്പോ ഭംഗിന് ഒന്നിലേ ഉള്ളൂ, ഡേഷ് ഡേഷിന്റെ അവിടെ ചന്തം ചേല് എഴുതുക. നെക്സ്റ്റ് മേള, അർത്ഥം അതിലുണ്ട് പൂരം. അപ്പോൾ നമ്മുടെ കവിതയിൽ നിന്ന് സമാന പദങ്ങൾ കണ്ടെത്താനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഉത്സവം. അപ്പൊ ഉത്സവം എഴുതുമ്പോ +, ആയാണ് സ. അല്ലെങ്കിൽ നീ നിങ്ങൾ താഴെ എഴുതിയിട്ട് ചന്ദ്രക്കല ഇടണം ഒന്നിക്കില്, അല്ലെങ്കിൽ അത് കൂട്ടി എഴുതണം കേട്ടോ. ഉത്സവം, അതാണ് ഉത്സവം. ഓക്കെ. നെക്സ്റ്റ് കാവ്, ക്ഷേത്രം, കോമയിട്ടിട്ട് നമ്മുടെ കവിതയിൽ പറയുന്നത് അമ്പലം അല്ലേ. അമ്പലം എന്ന് നോക്കി എഴുതുക. നെക്സ്റ്റ് കോലം പേറുക, തിടമ്പ് ഏറ്റുക അല്ലേ. അത് അതിലുണ്ട്, ഡാഷ് ഇല്ല, അതുകൊണ്ട് അത് മതി. നെക്സ്റ്റ് 3-മത്തെ എന്താണ്? പ്രാസഭംഗി മനസ്സിലാകാന്നുള്ളത്. ഈച്ചകളെ പോൽ അരികത്തുണ്ട്. അവിടെ എന്താ ചെയ്യേണ്ടത്? അരികത്തുണ്ട്. ഈച്ചകളെ പോൽ അരികത്തുണ്ട്. നെക്സ്റ്റ് കുടചൂടിക്കാൻ പിന്നിലിരിപ്പു. പിന്നിലിരിപ്പു. അത് കഴിഞ്ഞിട്ട് കൊച്ചുകിടാങ്ങൾ 100 എണ്ണം. അത് കഴിഞ്ഞാൽ കുടവയറൻ ചിരികണ്ഠൻ. ഓക്കെ, അതാണ് അതിൽ എഴുതാനുള്ളത്. കംപ്ലീറ്റ് ആയില്ലേ ആ പാഠം? നമുക്ക് എല്ലാവർക്കും ഫിനിഷ് ആയില്ലേ ആ പാഠം? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? 4 പറയണോ? പദഭംഗി കണ്ടെത്താം. പിന്നിൽ ഇരിക്കുന്നു, പിന്നിൽ ഇരിപ്പു. പിന്നിൽ ഇരിക്കുന്നു നിലയിൽ നമ്മുടെ പദ്യത്തിൽ നമ്മൾ ഉപയോഗിച്ച എന്താണ്? പിന്നിൽ ഇരിപ്പു. നെക്സ്റ്റ് മുമ്പിൽ നടക്കുന്നു, മുൻപേ നടപ്പു. അതാണ് നമ്മളെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, പ്രാസഭംഗി, പദഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് കോലം പേറിയിരിക്കുന്നു, കോലം പേറിയിരിപ്പു. അത് അവിടെ ഉണ്ട്. പിന്നാലെ വരുന്നു, പിമ്പെ വരുന്നു, പിമ്പെ വരുന്നു. പിന്നെ കണ്ട് രസിക്കുന്നു എന്നുള്ളത് കണ്ട് രസിപ്പു. അതാണ് നമ്മുടെ പദഭംഗി, കണ്ടു രസിപ്പു. ഇതെല്ലാ കുട്ടികളും എഴുതിയാണേ, അതുകൊണ്ട് വേഗം എഴുതണല്ല കുട്ടി. നെക്സ്റ്റ് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും, അതറിയോ അന്നക്ക്? ഓക്കെ. നെറ്റി ആളുകൾ പ്ലസ് എല്ലാം, എന്ത്? ആളുകളെല്ലാം. ലാക്ക് മുമ്പിൽ ഏച്ചിന്നിടണം. നെക്സ്റ്റ് നെറ്റി പ്ലസ് പട്ടം ആണ് നെറ്റിപ്പട്ടം. ആ ഡേഷിലെടുത്ത് എഴുതണം. അരികത്ത് പ്ലസ് ഉണ്ടേ, അതാണ് എന്ത്? അരികത്തുണ്ടേന്ന് എങ്ങനെയാ നിങ്ങൾ പിരിച്ചെഴുതുക?
അരികത്ത് പ്ലസ് ഉണ്ട് അല്ലേ? നെക്സ്റ്റ് മുറുക്കി പ്ലസ് തുപ്പി. എങ്ങനെയാണ് ചേർത്ത് എഴുതുമ്പോ? മുറുക്കി തുപ്പി. ഓക്കെ, എഴുതിക്കോ. മുറുക്കി തുപ്പി. എല്ലാവർക്കും തെറ്റുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണേ. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഓക്കെ. ഇനി ഡാഷ് എന്ത്? വന്നതറിഞ്ഞില്ലേ എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതണം. എങ്ങനെയാ? വന്നത് പ്ലസ് അറിഞ്ഞില്ലേ. ഓക്കെ, വന്നത് പ്ലസ് അറിഞ്ഞില്ലേ. നെക്സ്റ്റ് വൺ എന്താണ്? ആനച്ചന്തം. എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത്? ഓക്കെ, ആന പ്ലസ് ചന്തം. അയച്ച ഇപ്പുറത്തുമ്പോ വെറും ചായയെ വേണ്ടു. ഓക്കെ. നെക്സ്റ്റ് ഈച്ചകളെ പ്ലസ് പോൽ. അതാണ് എന്ത്? ഈച്ചകളെ പോൽ. ഇപ്പ പാ ഇരട്ടിക്കണം. ഈച്ചകളെ പോൽ ഇപ്പ. ഓക്കെ, അത്ര വരെയാണ്. അപ്പൊ നമ്മുടെ ഈ പാഠം കംപ്ലീറ്റ് ആയി. എല്ലാ മക്കളും ഈ പാഠഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നോ വീട്ടിൽ നിന്ന്? ഓക്കെ, വായിക്കാൻ നല്ലപോലെ പഠിച്ചു എല്ലാവരും? ക്ലാസ്സിലും വായിച്ചതല്ലേ ഇത്? അപ്പൊ നമുക്ക് ഇനി അടുത്ത പാഠാണ് അല്ലേ? അപ്പോ അതുവരെ ഇതിന് നമുക്ക് നോട്ട് തരാനില്ല. നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? കഴിഞ്ഞ പാഠത്തിന് നോട്ട് എല്ലാവരും എഴുതിയോ? ആ പാഠത്തിന്റെ നോട്ട് എഴുതിയില്ലേ എല്ലാവരും? മിസ് സെൻഡ് ചെയ്ത് കണ്ടില്ലേ? ഓക്കെ, എഴുതി അല്ലേ? ആരാ ആദിദേവ് എന്ത് എഴുതാതെ മോനെ? ഫോൺ ഉണ്ടായിട്ടുണ്ടാവൂല അല്ലേ? അപ്പൊ ഇന്ന് എഴുതണേ അതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ എഴുതാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? ആർക്കാ കേൾക്കാത്തേ? ആർക്കാണ് കേൾക്കാത്തത്? ഓക്കെ, അപ്പോൾ എഴുതാത്ത കുട്ടികൾ അത് എഴുതണം. ഞാൻ അത് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മുടെ പറക്ക് എഴുന്നള്ളത്ത് എന്ന പാഠം 12 എഴുതി പറക്ക് എഴുന്നള്ളത്ത് എന്ന് ഹെഡിങ് എഴുതിയിട്ട് എന്ത് എഴുതണം? നമ്മുടെ ഇതിലത്തെ രണ്ടാമത്തത്, അതായത് പദപരിചയം കണ്ടോ, അതുപോലെയുള്ളത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഓക്കെ, ഏതുവരെ? 5ാമത്തെ പ്രവർത്തനം വരെയുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഇപ്പൊ ആർക്കെങ്കിലും കേൾക്കാതെ ഉണ്ടോ? ഓക്കെ, അപ്പൊ അതുവരെയുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പാഠാണ്. എന്താണ് പേര്? നിളയും മണിക്കുയിലും. നിളയും മണിക്കുയിലും അല്ലേ? നിളയും മണിക്കുയിലും എന്നാണ് പാഠത്തിന്റെ പേര്. അപ്പോ നിളയെ പറ്റി നിങ്ങൾക്ക് അറിയോ? എന്താണ് നിള? നിള നദിയാണ് അല്ലേ? നിളയുടെ വേറൊരു പേര് നിങ്ങൾക്ക് അറിയോ? നിളാ നദിക്ക് ഒരു മറ്റൊരു പേരുണ്ട്. എന്താണ്? എന്താ മക്കളെ? നിളാ നദീനെ പറ്റി കേട്ടി? അത് തന്നെ, സൂര്യദേവ. എന്താണ് സൂര്യദേവേ? ഭാരതപ്പുഴ അല്ലേ? ഭാരതപ്പുഴ എന്നാണ് പേര് അല്ലേ? പേരാരെന്നും ഭാരതപ്പുഴ എന്നും ഒക്കെ അറിയപ്പെടുന്നതാണ് നിളാനദി അല്ലേ? നിളാനദി അറിയോ? നിളാനദിയെ പറ്റി? നിളാനദിനെ പറ്റി ആരും കേട്ടിട്ടില്ല? ഇല്ല അല്ലേ? അപ്പൊ അതാണ് ഷെഫിക്ക് ഓർമ്മ വന്നത് അല്ലേ? അല്ല, ഷെഫിക്ക് അതല്ലേ ഓർമ്മ വന്നത് അല്ലേ ഷെഫി? ഓക്കെ, അപ്പൊ നിളാനദി കേരളത്തിലൊരു പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന നദിയാണ് ഇത് നിളാനദി അല്ലേ? പിന്നെന്താ പറയുന്നത്? അത് എവിടുന്നാ ഉത്ഭവിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ആനമലയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. എവിടെയാണ്? ആനമലയിൽ നിന്ന് ആണ് അത് ഉത്ഭവിക്കുന്നത് അല്ലേ? അത് അതിന്റെ അവസാനം എവിടെയാണ്? ഒഴുകി എവിടെയാണ് പതിക്കുന്നതെന്ന് അറിയോ? അറബിക്കടലില്. അപ്പൊ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച്
അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത്? നിളാനദി. നിളാനദിയുടെ മറ്റൊരു പേരാണ് എന്ത്? ഭാരതപ്പുഴ എന്നത്. ഓക്കെ, അപ്പോ എവിടുന്നാണ് നിളാനദി ഉത്ഭവിക്കുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആനമലയിൽ നിന്ന്. കേട്ടിട്ടുണ്ടോ? ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് 209 കിലോമീറ്റർ ഒഴുകി അത് എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. ഓക്കെ അല്ലേ? പിന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ആണ് ഇത് ഒഴുകുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഇത് ഒഴുകുന്നതെന്ന് അറിയോ? ഏതൊക്കെയാ? പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലേക്കാണ് ഒഴുകുന്നത് അല്ലേ? അപ്പോ നിളക്ക് ഒരു പ്രമുഖമായ സ്ഥാനമുണ്ട് കേട്ടോ കേരള ചരിത്രത്തിൽ. ഇപ്പൊ നിളാനദിയുടെ മറ്റൊരു പേരാണ് ഭാരതപ്പുഴ എന്നത്. ഇത് ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അറബിക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ, അപ്പോ നിളയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നിളയും മണിക്കുയിലും എന്നാണ് പാഠത്തിന്റെ പേര്. അപ്പൊ നമുക്ക് ഇന്നത് വായിക്കാം. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണേ. ക്രിസ്റ്റി ഇവിടെ ശ്രദ്ധിച്ചേ. ദേവാഞ്ജന ഓക്കെ. ഹോ, എന്തൊരു ചൂട്, വല്ലാതെ ദാഹിക്കുന്നു, അല്പം തെളിനീർ കിട്ടിയെങ്കിൽ. ഉണങ്ങിയ മാവിൻ ചില്ലയിൽ ഇരുന്ന് മണിക്കുയിൽ വിചാരിച്ചു. ഒരിടത്തും ഒരിറ്റു വെള്ളമില്ല, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. കൊടും വേനലിലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട നിള. ചീകി ഒതുക്കി വെച്ച ചിറകുകൾ മെല്ലെ വിടർത്തി നിലയുടെ തീരത്തേക്ക് മണിക്കുയിൽ പറക്കാൻ തുടങ്ങി. പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല, എങ്ങും വറ്റുവരേണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ, അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ. അവയിലൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു. അല്ലേ? നെക്സ്റ്റ് എന്നാ പറയുന്നത്? താൻ പറക്കാൻ പഠിച്ച നിലയുടെ തീരമാണോ ഇത്? മണിക്കുയിലിന് സംശയമായി. മണിക്കുയിൽ പഴയ പാട്ടൊന്നു പാടി. ചുറ്റും നോക്കി, ഇല്ല, ആരും കേൾക്കുന്നില്ല. മണിക്കുയിലേ, എവിടെ നിന്നോ ഒരു നേർത്ത നാദം. അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ നിള, പേരാറെന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. ഈ ചെറിയ കുഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി. നിള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? മണിക്കുയിൽ സങ്കടത്തോടെ ചോദിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ, ഞാൻ ആകെ തളർന്നുപോയി. ഞാൻ ഒഴുകും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴികൾ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ് ഒഴുകിയിരുന്നെന്ന കാര്യം നിനക്കറിയാമോ? മഴക്കാലത്ത് ഞാൻ നിറഞ്ഞൊഴുകും. അപ്പോഴത്തെ ഒഴുക്കിന് എന്ത് ശക്തിയായിരുന്നു! ഇത് കരകളിലും പച്ചപ്പാടങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. മറ്റു സ്ഥലങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം നൽകിയിരുന്നതും ഞാൻ തന്നെ. ഇന്ന് നെൽപ്പാടങ്ങൾ കുറഞ്ഞു, കാടുകൾ വെട്ടി നശിപ്പിച്ചു. മലഞ്ചെരുവുകളിൽ നിന്നും മണ്ണും കല്ലും ഒഴുകി എൻ്റെ അടിത്തട്ടിലെത്തിയ ആഴം കുറഞ്ഞു. എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ പുഴയിലേക്ക് ഒഴുക്കുന്നു. എന്തൊരു കാലം, എൻ്റെ കഷ്ടകാലം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെള്ളത്തിന്റെ വിലയറിയില്ല. എത്രമാത്രം വെള്ളമാണ് ദുരുപയോഗം ചെയ്യുന്നത്! ഇക്കണക്കിന് പോയാൽ കേരളം മരുഭൂമിയായി മാറും. നിള തേങ്ങി. അതുണ്ടാകാതിരിക്കാൻ എന്താണ് വഴി? മണിക്കുയിൽ ആരാഞ്ഞു. മണിക്കുയിലേ, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ പാട്ട് എത്ര ചേതോഹരമാണ്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടവുമാണ്. നാടിനെ രക്ഷിക്കാൻ ഭാവി തലമുറയ്ക്കേ ഇനി കഴിയൂ. നീ പുതിയ പാട്ടുകൾ പാടി അവരെ ഉണർത്തണം. വെള്ളത്തിന്റെ വില അവരെ ബോധ്യപ്പെടുത്തണം. ശരി, അങ്ങനെ ചെയ്യാം. മണിക്കുയിൽ തലകുലുക്കി സമ്മതിച്ചു. അല്പം തെളിനീർ കുടിച്ച് തന്റെ കളിക്കൂട്ടുകാരിയോട് വിടചൊല്ലി അവൻ പറന്നുയർന്നു. മണിക്കുയിൽ നാട്ടിലെ വിദ്യാലയത്തിലെത്തി. നിളയുടെ വാക്കുകൾ അവൻ ഓർത്തു. ജലമില്ലെങ്കിൽ ജീവനില്ല എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കണം. അവൻ ഒരു പുതിയ ഗീതം പാടി. കൂ 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 കൂ. കുയിലാണേ. നമ്മുടെ നാടിൻ രക്ഷയ്ക്കായി, നമ്മുടെയെല്ലാം രക്ഷയ്ക്കായി നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. പുഴയും തോടും നിലനിർത്താൻ, കാടും മലയും കാത്തിടാൻ നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. അല്ലേ? അതാണ് കുയില് പാടിയത്. എന്താ നിങ്ങൾക്ക് ഈ പാഠത്തിന് മനസ്സിലായത്? നിളയെ പറ്റി മനസ്സിലായി. പിന്നെന്താണ്? വെള്ളത്തിന്റെ പ്രാധാന്യം. ഓക്കെ, വെള്ളത്തിന്റെ പ്രാധാന്യം അല്ലെ. നമ്മള് ഒരിക്കലും വെള്ളം വേസ്റ്റ് ചെയ്യരുത് അല്ലേ? വെള്ളം വേസ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നീട് വാട്ടർ ഈസ് വെരി പ്രഷ്യസ് എപ്പം പറയാറുണ്ട് അല്ലേ? നിങ്ങള് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പഠിക്കാനില്ലേ?
വെള്ളത്തിന് വളരെയധികം ഒറ്റ ലേശം അത് നശിപ്പിക്കാൻ പാടില്ല അല്ലെ വെള്ളം. ഓക്കെ, പിന്നീട് നമുക്കത് ഉണ്ടാവില്ല. ഓക്കെ, പിന്ത് മനസ്സിലായി. അപ്പോ കുട്ടികളെ അത് വെള്ളത്തിന്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കണം എന്നാണ് നിള പറഞ്ഞത് അല്ലെ മണിക്കുയിലിനോട്. അപ്പൊ അതാണ് നിളയും മണിക്കുയിലും എന്ന പാഠത്തില് പറയുന്നത്. എന്താണ്? ഹോ, എന്തൊരു ചൂട്, വല്ലാതെ ദാഹിക്കുന്നു, അല്പം തെളിനീർ കിട്ടിയെങ്കിൽ. ഉണങ്ങിയ മാവിൻ ചില്ലയിലിരുന്ന മണിക്കുയിൽ വിചാരിച്ചു അല്ലെ. മണിക്കുയിൽ എന്താ വിചാരിച്ചത്? എന്തൊരു ചൂടാണ്, വല്ലാതെ ദാഹിക്കുന്നു അല്ലെ. നമുക്ക് ഒരുപാട് ചൂട് കൊള്ളുമ്പോഴാണ് നമുക്ക് വെള്ളത്തിന്റെ വില അറിയാറ് അല്ലെ. നമ്മൾ ഒരു തുള്ളി വെള്ളമൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും പോയി നടന്നു വരുമ്പോൾ നമുക്ക് വല്ലാതെ ദാഹിക്കും. ഒരു കടയൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നല്ല പോലെ ദാഹിക്കും. അപ്പോഴേക്ക് നമുക്ക് ഒന്നും എവിടുന്നും വെള്ളം കിട്ടില്ല അല്ലെ. അപ്പോഴാണ് നമ്മൾ വെള്ളത്തിന്റെ വില അറിയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, കാരണം വീട്ടിൽ വെള്ളമുള്ളവർക്ക് അതിന്റെ വില അറിയില്ല. അപ്പൊ അങ്ങനെ ഓ എന്തൊരു ചൂട്, വല്ലാതെ ദാഹിക്കുന്നു, അല്പം തെളിനീർ കിട്ടിയെങ്കിൽ. ഉണങ്ങിയ മാവിൻ ചില്ലയിരുന്ന ആരാ വിചാരിച്ചത്? മണിക്കുയില്. കുയില് വിചാരിച്ചു അല്ലെ. എന്താണ്? അല്പം തെളിനീര്, നല്ല ശുദ്ധജലം കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു എന്ന് ആര്? മണിക്കുയില് വിചാരിച്ചു. ഒരിടത്തും ഒരിറ്റു വെള്ളമില്ല, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. കൊടും വേനലിലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട നിള. അപ്പോഴാണ് മണിക്കുയിൽ ആരെപ്പറ്റി ഓർത്തത്? നിളയെ പറ്റി അല്ലേ. ഒരിടത്തൊരിറ്റു വെള്ളമില്ല, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. അപ്പോഴാണ് ആരെപ്പറ്റി? നിളയെ പറ്റി അല്ലേ. കൊടും വേനലിലും, എങ്ങനെയുള്ള നിലയാണ്? കൊടും വേനലിലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട നിളയെപ്പറ്റി ആര്? മണിക്കുയിൽ ഓർത്തത്. ചീകി ഒതുക്കി വെച്ച ചിറകുകൾ മെല്ലെ വിടർത്തി നിളയുടെ തീരത്തേക്ക് മണിക്കുയിൽ പറക്കാൻ തുടങ്ങി അല്ലെ. മണിക്കുയില് നിളയുടെ തീരത്തേക്ക് പറക്കാൻ തുടങ്ങി. എന്തിനാ? തെളിനീര്, അല്പം ശുദ്ധജലം കിട്ടിയെങ്കിലോ എന്ന് കരുതി അത് കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. അപ്പൊ പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല, എങ്ങും വറ്റി വരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ, അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണത്തിട്ടകൾ. അവയിലൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു അല്ലെ. എന്താണ് ഇപ്പോഴത്തെ പ്രത്യേകത പറഞ്ഞത്? അതില് പഴയ പച്ചപ്പാടങ്ങള് കാണുന്നില്ല അല്ലെ. എങ്ങും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? എല്ലാം വെട്ടി നശിപ്പിച്ച ആൾക്കാര് പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിയാൻ തുടങ്ങി അല്ലെ. അപ്പൊ പച്ചപ്പാടങ്ങളൊന്നും കാണാനില്ല. പിന്നെന്താണ്? പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല, എങ്ങും വറ്റി വരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ, അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ. അവയിലൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു അല്ലെ. വറ്റി വരേണ്ട പ്രദേശമാണ് ഇപ്പം കാണാനുള്ളത്. വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞു അല്ലെ. മരങ്ങളും ഒക്കെ നശിപ്പിച്ച് പുതിയ പുതിയ കെട്ടിടങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ നാടാകെ വറ്റി വരളാൻ തുടങ്ങി എന്നർത്ഥം. താൻ പറക്കാൻ പഠിച്ച നിളയുടെ തീരമാണോ ഇത്? മണിക്കുയിലിന് സംശയമായി അല്ലേ. പഴയകാലത്ത് പ്രതാപത്തോടെ ഒഴുകിയിരുന്ന നദിയല്ല ഇന്ന് കാണാൻ പറ്റുന്നത്. വെള്ളമൊക്കെ കുറഞ്ഞ് ഇങ്ങനെ വറ്റി വരണ്ടിട്ടുള്ളതെന്ന്. ചെറുകിയ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ മണിക്കുയിൽ ആലോചിക്കുന്നത് എന്താണ്? താൻ പറക്കാൻ പഠിച്ച നിളയുടെ തീരമാണോ ഇത്? മണിക്കുയിലിന് സംശയമായി. മണിക്കുയിൽ പഴയ പാട്ടൊന്നു പാടി ചുറ്റും നോക്കി. ഇല്ല, ആരും കേൾക്കുന്നില്ല. അപ്പൊ ആര് വിളിച്ചു? മണിക്കുയിലേ, എവിടെ നിന്നോ ഒരു നേർത്ത നാദം. നാദം എന്താ അർത്ഥം? നാദം നാദം എന്താ അർത്ഥം? ശബ്ദം. ഓക്കെ, അപ്പൊ ചെറിയൊരു നേർത്ത നാദം കേട്ടു എന്ന് പറഞ്ഞ എന്താണ്? ശബ്ദം കേട്ടു. അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ നിള, പേരാറെന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. അതാണ് നിളയുടെ മറ്റൊരു പേര് അല്ലേ. ഈ ചെറിയ കുഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി, നിള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഞാൻ വറ്റി വരണ്ട ഈ ചെറിയ കുഴിയിൽ ഇത്തിരി വെള്ളമായിട്ട് ഞാൻ നിള, പണ്ട് പ്രതാപത്തോടെ ഒഴുകിയിരുന്ന നിളയല്ല ഇന്ന് ഞാൻ എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ഇത് ഞാൻ തന്നെയാണ് നിന്റെ നിള, പേരാറെന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. ഈ ചെറിയ കുഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി, നിള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? മണിക്കുയിൽ സങ്കടത്തോടെ ചോദിച്ചു അല്ലെ. എങ്ങനെയാണ് ഈ വിധത്തിലായതെന്ന് മണിക്കുയിൽ ചോദിച്ചു.
ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ, ഞാൻ ആകെ തളർന്നുപോയി. ഞാൻ ഒഴുകും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴിയിൽ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ് ഒഴുകിയിരുന്നെന്ന കാര്യം നിനക്കറിയാമോ എന്ന് ചോദിച്ചു അല്ലേ നിള. അപ്പൊ എങ്ങനെയായി ഇപ്പൊ നിളയുടെ അവസ്ഥ? ചുട്ടുപൊള്ളുന്ന വെയിലിൽ അതുകൊണ്ട് ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ ഒഴുകും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴിയിൽ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞു അല്ലേ. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ് ഒഴുകിയിരുന്ന കാര്യം നിനക്കറിയാമല്ലോ എന്ന് ആര് പറയുന്നേ? നിള പറയുന്നല്ലേ. അപ്പൊ നിളയുടെ അവസ്ഥ ഇപ്പൊ ചെറിയൊരു കുഴിയിൽ ഇത്തിരി വെള്ളേ ഉള്ളൂ എന്ന് ഞാൻ ചുരുങ്ങിപ്പോയി എന്ന് ആണ് നിള പറയുന്നത് അല്ലേ. അത് മതി മക്കളെ, ഒരുപാട് എടുത്താൽ ഇന്ന് ശരിയാവില്ല. നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. ഓക്കെ, അപ്പൊ അത്ര വരെ ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നതിന്? ഫോർത്തിൽ ഇതാണ് പ്രശ്നം അല്ലേ. അപ്പൊ ഇന്ന് ആഗ്നസ് ഒന്ന് വായിക്കാം. ആഗ്നസ്, കൈ പൊക്കുന്നവർക്ക് വായിക്കാനാവും വേഗം. എന്തൊരു ചൂട്, വല്ലാതെ ദാഹിക്കുന്നു. അല്പം തെളിനീർ കിട്ടിയെങ്കിൽ ഉണങ്ങിയ മാവിൻ ചില്ലയിൽ ഇരുന്ന് മണിക്കുയിൽ വിചാരിച്ചു. ഒരിടത്തും ഒരിറ്റു വെള്ളമെങ്കിലും പറന്നു പോകാം. ഒരിറ്റു വെള്ളമില്ല. ആഗ്നസ് പോയോ? ഇല്ല, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. പറന്നു പോകാം. കൊണ്ടും പ്രിയപ്പെട്ട നിള ചീകി ഒതുക്കി വെച്ച ചിറകുകൾ മണിക്കുയിൽ ആഗ്നസ് വായിക്കുന്നത് ക്ലിയർ ഇല്ല, കേൾക്കുന്നില്ല നമുക്ക്. മണിക്കുയിൽ പറക്കാൻ തുടങ്ങി. പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല. കുഴികൾ കേൾക്കുന്നില്ല മോളെ. അവയിലൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു. ഞാൻ പറക്കാൻ പഠിച്ച സംശയമായി മണിക്കുയിൽ പഴയ പാട്ടൊന്ന് പാടി. ചുറ്റും നോക്കി, ആരും കേൾക്കുന്നില്ല. മണിക്കുയിൽ നദം അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്. കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്. നിന്റെ നില പേരറിഞ്ഞ വിളിക്കുന്ന ഭാരതപ്പുഴ ഈ ചെറിയ ഇത്തിരി വെള്ളമായി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? ആഗ്നസെ കേൾക്കുന്നില്ല. ആഗ്നസെ മണിക്കുയിൽ സങ്കടം പൊള്ളുന്ന വെയിലിൽ നീ ചുട്ടുപോയെ. ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ ഒഴുകും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴികളാൽ മാത്രമായി ഞാനാകുന്നു. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ് ഒഴുകി
ഒഴുകിയിരുന്നത് എന്ന കാര്യം നിനക്കറിയാമോ? മഴക്കാലത്ത് ഞാൻ അത്രേ വേണ്ടു മോളെ, നമ്മൾ എടുത്തതേ ഉള്ളൂ. ആഗ്നസേ മതി, എടുത്തത്രേ വേണ്ടു. ഓക്കെ, നെക്സ്റ്റ് അൽന വായിച്ചോ. പാഠം 13. നിലയും മണിക്കുയിലും. ഹോ, എന്തൊരു ചൂട്! വല്ലാതെ ദാഹിക്കുന്നു. അല്പം തെളിനീർ കിട്ടിയെങ്കിൽ. ഉണങ്ങിയ മാവിൻ ചില്ലയിൽ ഇരുന്ന മണിക്കുയിൽ വിചാരിച്ചു. ഒരിടത്തും ഒരിറ്റ വെള്ളമില്ല. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. കൊടും വേനലിലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട നില. ചീകിയൊതുക്കി വെച്ച ചിറകുകൾ മെല്ലെ വിടർത്തി നിലയുടെ തീരത്തേക്ക് മണിക്കുയിൽ പറക്കാൻ തുടങ്ങി. പഴയ പച്ച പാടങ്ങൾ കാണുന്നില്ല. എങ്ങും വറ്റിവരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ, അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ. അവയിലൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു. താൻ പറക്കാൻ പഠിച്ച നിലയുടെ തീരമാണ് ഇത്. മണിക്കുയിലിന് സംശയമായി. മണിക്കുയിൽ പഴയ പാട്ടൊന്നു പാടി. ചുറ്റും നോക്കി. ഇല്ല, ആരും കേൾക്കുന്നില്ല. മണിക്കുയിൽ എവിടെ നിന്നോ ഒരു നേർത്ത നാദം. അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ നില. പേരാറെന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. ഈ ചെറിയ കുഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി. നില പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? മണിക്കുയിൽ സങ്കടത്തോടെ ചോദിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ, ഞാനാകെ തളർന്നു പോയി. ഞാൻ ഒഴുകും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴികളിൽ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ്